ദുബായിൽ പൊതുഗതാഗത സേവനം ശക്തമാക്കാൻ പദ്ധതി 2040ഓടെ ദുബായിലെ മെട്രോ ട്രാം സ്റ്റേഷനുകളുടെ എണ്ണം ഇരട്ടിയിലേറെയാക്കും. ഇതോടെ എമിറേറ്റിലെ പൊതുഗതാഗത സേവനം 45% വർദ്ധിക്കും. UAE ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയും ദുബായിയുടെ ഒന്നാം ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിലാണ് പൊതുഗതാഗത സേവനം ശക്തമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ ദുബായിൽ റെഡ് ഗ്രീൻ ലൈനുകളിലായി 55 മെട്രോ സ്റ്റേഷനുകളും 11 ട്രാം സ്റ്റേഷനുകളുമാണ് ഉള്ളത്. 2030ഓടെ ഇത് 96ആയും 2040ഓടെ 140ആയും ഉയർത്തും. ദുബായിയുടെ ഏറ്റവും പുതിയ വികസന പദ്ധതിയായ 20 മിനിറ്റ് സിറ്റിയിലേക്കും മെട്രോ നീട്ടും. ഇതോടൊപ്പം പൊതുഗതാഗത സേവനം 45% വർദ്ധിപ്പിച്ച് കാർബൺ മലിനീകരണം കുറയ്ക്കും. അതേസമയം 30 കിലോമീറ്റർ നീളത്തിൽ 14 സ്റ്റേഷനുകളുള്ള മെട്രോ ബ്ലൂ ലൈനിന്റെ നിർമ്മാണം ഈ വർഷം ആരംഭിക്കും. 1800 കോടി ദിർഹം ചെലവിൽ നിർമ്മിക്കുന്ന നീലപാത പകുതിയിലധികം ഭൂമിക്കടിയിലൂടെയാകും കടന്നു പോകുകയെന്ന് RTA ചെയർമാൻ മാത്തർ അൽ തായർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 70.2 കോടിയിലധികം യാത്രക്കാരാണ് പൊതുഗതാഗത സേവനം ഉപയോഗിച്ചത്. 2022 13% വർധനയാണ് ഉണ്ടായത്. ജനം, ദുബായ്.